അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 30-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 Corinthians chapter 11 verse 30, 11-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം മതിയാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവചന ഭാഗങ്ങൾ വളരെയധികം ഭാഗം വായിപ്പാനും ധ്യാനിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. ഈ വേദഭാഗങ്ങളൊക്കെ വിശേഷിച്ച് 12 അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ആവർത്തിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ പ്രശംസയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും താൻ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ തമ്മിലുള്ളതാകുന്ന ബന്ധം എന്തെന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ബലഹീനത, ദൈവശക്തി, പ്രശംസ എന്നിങ്ങനെയൊക്കെ ഉള്ളതാകുന്ന പദങ്ങൾ ആവർത്തിച്ച് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കൊരിന്ത്യരുടെ രണ്ടാമത്തെ ലേഖനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ വളരെയധികം പേഴ്സണലായിട്ടുള്ള ഒത്തിരി ബയോഗ്രാഫിക്കൽ സ്കെച്ച് പൗലോസിൻ്റെ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞാൽ പൗലോസിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന, തൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞാലുള്ള ഒരു വേദഭാഗമാണ് കൊരിന്ത്യരുടെ രണ്ടാമത്തെ ലേഖനം. ഈ ലേഖനത്തിൽ പൗലോസ് ഇവിടെ പറയുന്നതാകുന്ന കാര്യങ്ങൾ വളരെ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യയിലുള്ളതാകുന്ന ആ വിശുദ്ധന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് 1-ാമത്തെ കൊരിന്ത്യ ലേഖനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ ജ്ഞാനത്തെക്കുറിച്ചും ഉള്ളതാകുന്ന പദപ്രയോഗം ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളിൽ എത്ര പേര് ജ്ഞാനികൾ ഉണ്ടായിരുന്നു എന്നവരോട് ചോദിക്കുന്നു. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല എന്ന് പറയും. നമ്മൾ 1, 2, 3 അധ്യായങ്ങൾ കൊരിന്ത്യ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊരു അസൈൻമെന്റ് ആയിട്ട് പറയാം, ഇത് വായിച്ചു നോക്കിയിട്ട് ഒരു പെൻസിൽ എടുത്ത് ഈ ജ്ഞാനം എന്നുള്ള പദം മുഴുവൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് അവരോട് ജ്ഞാനത്തെക്കുറിച്ച് ഒത്തിരി കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ആ പദപ്രയോഗം വരുന്നത് കൊണ്ട് അതിലെ ആ പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ ഏറെക്കുറെ കഴിയും. പൗലോസ് കൊരിന്ത്യയിലുണ്ടായിരുന്ന ഡിവിഷൻസിനെ ബന്ധപ്പെടുത്തുന്നത് ഈ ജ്ഞാനവുമായിട്ടാണ്. എന്താണായിരുന്നു അവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല. നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഡിവിഷൻസ് വായിക്കുന്നുണ്ട്. ഒരുത്തൻ പറയുന്നു, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനാണ്. വേറൊരുത്തൻ പറയുന്നു, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ. ഇനിയും ഇതിലൊന്നും കൂടാതെ പിന്നെ നമ്മൾ ഒറ്റ നോക്കിക്കഴിഞ്ഞാൽ ആത്മീകരെന്ന് തോന്നിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ആരാ? ക്രിസ്തുവിന്റെ പക്ഷക്കാര്. പക്ഷെ പൗലോസ് അവരെ സ്പെയർ ചെയ്യുന്നില്ല. അവർക്ക് സൂപ്പർ സ്പിരിച്വൽ ആക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾ ഇവിടെ വരും, ആരാധിക്കും, പോകും, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാ. ആ പക്ഷക്കാരെയും പൗലോസ് വെറുതെ വിടുന്നില്ല. അവരോടെല്ലാം പറയുന്ന കാര്യം താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ജ്ഞാനത്തിന്റെ അറിവ് ആ അടിസ്ഥാനത്തിൽ ഈ കൊരിന്ത്യയിലുള്ളതാകുന്ന വിശുദ്ധന്മാര് ഈ അപ്പോസ്തലന്മാരെ വിലയിരുത്താൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു അപ്പൊല്ലോസ് ആണ് ബെറ്റർ, വേറൊരുത്തൻ പറഞ്ഞു അല്ലല്ല കേഫാവാ ഒന്നുകൂടെ കൊള്ളാവുന്നത്. കാരണം കേഫാവ് പ്രസംഗിച്ചപ്പോഴാണ് 3000 പേര് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ പൗലോസ് പ്രസംഗിച്ചിട്ട് അരയോഗ മധ്യത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ട് എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടെ? 3-4 പേരെ രക്ഷിക്കപ്പെട്ടുള്ളൂ. അപ്പൊ കേഫാ വായിച്ചു. ആകുമ്പോ വേറൊരുത്തം പറഞ്ഞു അല്ലല്ല അപ്പൊല്ലോസാ. പൗലോസ് അവരോട് പറയാ, കേഫാവാര്, പിന്നെ അപ്പൊല്ലോസാര്, പൗലോസാര്, ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ കേവലം വേലക്കാരാ, ജോലിക്കാരാ. ഞങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഞങ്ങള്
ശുശ്രൂഷിക്കുന്നേ ഉള്ളൂ. അതിൽ കവി ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരെന്ന് നിങ്ങൾ എണ്ണണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, ഈ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ, ഈ അപ്പോസ്തലന്മാരുടെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ പക്ഷം പിടിച്ചിട്ട് ഓരോ പക്ഷക്കാരും ഞങ്ങളാ കേമന്മാരെന്ന് പറയുന്ന ഒരു പ്രവണതയായിരുന്നു കൊരിന്തിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള പ്രവണത അവിടെ ഉണ്ടാകാൻ അവർക്കൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഗ്രീക്ക് ഫിലോസഫി ഒക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അങ്ങനെ ആ മഹാന്മാരാകുന്ന തത്വ ചിന്തകന്മാരൊക്കെ ജീവിച്ച സ്ഥലങ്ങളാണല്ലോ അത്. ഏതൻസ് ഒക്കെ അതിന്റെ അടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ആ പ്രത്യേക പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവണത, പുകഴുവാനുണ്ടായിരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഒരുത്തൻ പറയും, ഞാൻ ഇന്നയൊക്കെ ആളാണ്, പിന്നെ എൻ്റെ കുടുംബം ഇന്നതാണ്, ഞാൻ ഇന്ന കാര്യമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മക്കൾ നോയിക്ക്, എൻ്റെ കുടുംബം നോയിക്ക്, അല്ലെങ്കിൽ എൻ്റെ വസ്തുവക നോയിക്ക്, എനിക്ക് എത്ര വേലക്കാരുണ്ടെന്ന് നോയിക്ക്, അടിമകളുണ്ടെന്ന് നോയിക്ക്. അപ്പൊ വേറൊരുത്തൻ പറയും, നിനക്ക് അത്രയേ ഉള്ളൂ, എനിക്കാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒത്തിരി പേരുണ്ട്, എൻ്റെ ഇന്നാരായിരിക്കുന്നു. ഇങ്ങനെ അവരവരുടേതാകുന്ന പ്രശംസ, പുകഴ്ച പറഞ്ഞ് ഞാൻ മറ്റവനേക്കാളും കേമനാണെന്ന് പറയുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമായിരുന്നു അവരുടേത്. കാരണം ഗ്രീക്ക് പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ആഫ്റ്റർ ലൈഫിൽ അവർ വിശ്വസിച്ചിട്ടില്ല. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഈ ലോകത്തിൽ തന്നെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇവിടെ അതുകൊണ്ട് എന്തെല്ലാം അനുഭവിക്കാൻ കിട്ടുമോ അതൊക്കെ അനുഭവിച്ചോണം. എങ്ങനൊക്കെ ആരുടെ കാലുവാരിയാണെങ്കിലും എന്തൊക്കെ നേടാൻ കഴിയുമോ അതൊക്കെ നേടിക്കോണം. എന്തെല്ലാം പറയാമോ, സത്യമോ അസത്യമോ എന്തോ ആകട്ടെ, നിന്റെ കാര്യം നേടിക്കോണം. കാരണം ഇതുകൊണ്ട് എന്താണ്? തീരുകയാണ്. അതല്ലേ പൗലോസ് പറയുന്നത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നിട്ട് പറയുക, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. അപ്പോൾ ഈ ഫിലോസഫി ആയിരുന്നു അവരുടേത്. കാരണം ഈ ജീവിതമേ ഉള്ളല്ലോ, ഇനിയും ഒരു ജീവിതമില്ല. അപ്പൊ ഈ ജീവിതമേ ഉള്ളത് കൊണ്ട് ഈ ജീവിതത്തിൽ ഏറ്റവും ഉന്നതനാകണം, ഞാൻ ഏറ്റവും കേമനായിരിക്കുന്നു എന്ന് 4 പേര് അറിയണം. ഇതായിരുന്നു അവരുടെ ചിന്താഗതി. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്ന വാക്കുകൾ. ഇവർ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് അവരോട് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേ. എന്നിട്ട് പറയുക, ലോകാഭിപ്രായ പ്രകാരം, ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ വലിയ കേമന്മാരൊന്നും ഇല്ലെന്ന് അവരോട് പറയുന്നേ. എന്നിട്ട് പറയുക, അങ്ങനെ കേമന്മാരില്ലാതിരിക്കുമ്പം ഈ കേമന്മാരുള്ളവരെ ലജ്ജിപ്പിക്കാൻ നിങ്ങളെ എന്ത് ചെയ്തു? ദൈവം തെരഞ്ഞെടുത്തു. അതാണ് പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുവേ. എന്നിട്ട് ഇവരുടെ ഈ പ്രൈഡിനെ, ഇവരുടെ ഈ അഹംഭാവത്തെ ഒന്ന് ശരിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വാസ്തവത്തിൽ നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഈ വിശുദ്ധന്മാരോട് തുടർന്നും പറയുന്ന ലേഖനമാണ് 2ാമത്തെ ലേഖനം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കൊരിന്ത് സഭയ്ക്ക് ഇത്രയും ഈ 16ഉം 13ഉം അധ്യായങ്ങളുള്ള വീതമുള്ള 2, അതായത് ഓൾ ടുഗദർ 29 അധ്യായങ്ങൾ നീളമുള്ള ലേഖനം എഴുതിയ ഒരു സഭയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കരുത് വലിയ ഭയങ്കര ഒരു മെഗാ ചർച്ച് ഒന്നും അല്ലായിരുന്നു. കൊച്ചു കൊച്ചു ഹൗസ് ചർച്ചസ് ആയിരുന്നു. ഒത്തിരി പേരൊന്നും അവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ കുറച്ചുപേരെ ഉള്ളായിരുന്നുണ്ടെങ്കിലും ഇവരുടെ ആ അഹംഭാവം, ഇവരുടെ പ്രശംസയൊക്കെ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് പൗലോസ് ഇവരുടെ ആത്മാവ് രക്ഷപ്പെടണമെന്നും
ഇവര് ദൈവസന്നിധാനത്തിൽ കാണണമെന്നുമുള്ള വാഞ്ചയുണ്ടായിരുന്നത് കൊണ്ട് അവരെ ശരിയായ വഴിയിലേക്ക് നടത്തുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ലേഖനത്തിലുടനീളം നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഹാർഷായിട്ടൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ചിലപ്പം പറയുന്നുണ്ട്, ഞാനൊരു വടിയും കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്ര ഹാർഷായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഒരു ഇന്റൻഷനേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ പിതാവ് ഒന്നേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത്, ഗുരുക്കന്മാര്, സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സിന് എന്നാ മാക്സിമം? ടീച്ചേഴ്സ് അല്പമൊക്കെ നോക്കും. പിന്നെ പഠിച്ചില്ലേ ടീച്ചേഴ്സിന് എന്നാ? അവർക്ക് എന്തോ ഉണ്ട്, ശമ്പളം കിട്ടും, അവര് ശമ്പളം മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ എനിക്കതല്ല, ഞാൻ ആരാ? ഞാൻ നിങ്ങളുടെ അപ്പനാ. അതുകൊണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിന് അവര് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലയോ, ശമ്പളം മേടിച്ചോണ്ട് അവര് പോകും. പക്ഷെ എന്റെ കൺസേൺ അതല്ല, ഞാനാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെ ജനിപ്പിച്ചത്. അപ്പൊ ഒരു പിതാവ് എന്ന നിലയിൽ മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ, ഈ സന്തോഷം പറയുന്ന, സന്തോഷവും ചക്കരവാക്കും ഒക്കെ കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ബേസിക്കലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയാമോ? സ്കൂളിലെ ടീച്ചേഴ്സും പിതാവും എന്നുള്ള ഡിഫറൻസ് ആകട്ടോ. പിതാക്കന്മാർക്ക് എപ്പോഴും എന്താണെന്നറിയാമോ താല്പര്യം? മക്കൾ നന്നാകണമെന്ന്, മക്കളുടെ ബെസ്റ്റ് അവരാഗ്രഹിക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാല് അയൽപക്കത്തുള്ളവര് കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങള് പറഞ്ഞു തന്നിരിക്കും. അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഗുരുക്കന്മാരും കർത്താക്കന്മാരും ഒക്കെ ഒത്തിരി പേരുണ്ടെങ്കിലും പിതാവ് ഒന്നേ ഉള്ളൂ, ഞാനാ നിങ്ങളുടെ പിതാവ് എന്ന് താൻ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ മനോഭാവത്തോടു കൂടെയാണ് ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പൗലോസ് ഇവിടെ പ്രശംസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക, പുകഴുന്ന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണേ. അവരെല്ലാം പുകഴുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അവരുടെ പശ്ചാത്തലവും അവർ അച്ചീവ് ചെയ്ത, ജീവിതത്തിൽ നേടിയ കാര്യങ്ങളും അവരുടെ സമ്പത്തും അവരുടേതാകുന്ന ഗർവ് വെളിപ്പെടുത്തുന്ന കാര്യം, ഇതിനെക്കുറിച്ച് പുകഴുമ്പോൾ പൗലോസ് ഇവിടെ പുകഴുന്നത് എന്തിനെ കുറിച്ചാണ്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താൻ പുകഴുന്നതാകുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഈ മനുഷ്യരാരും പുകഴാനായിട്ട് കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും അല്ല പൗലോസ് പറയുന്നത്. ഈ പുകഴ്ച എന്നുള്ളത് ഗ്രീക്കുകാരുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ല, യഹൂദന്മാരും അതിൽ മോശമൊന്നുമല്ല. കാരണം യഹൂദ പ്രമാണിമാരും എന്തിലൊക്കെയാ പുകഴുന്നതെന്നുള്ള കാര്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഒരു ചെറിയ പിക്ചർ നമുക്ക് കിട്ടും. പൗലോസ് തന്നെ തന് ഒരു പരീശനായിരുന്നപ്പോ എന്തിലാ പുകഴ്ന്നുകൊണ്ടിരുന്നെന്നുള്ളത് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയും എന്തിലായിരുന്നു യഹൂദന്മാര് പുകഴ്ച ചെയ്തുകൊണ്ടിരുന്നത്. യഹൂദന്മാര് പുകഴ്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്നറിയാമോ? അതിന്റെ ആ വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വകയുണ്ട്. നോക്കിയേ, ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വകയുണ്ട്. ഇതായിരുന്നു ഒരു പരീശന്റെ പുകഴ്ച. ഇതിലായിരുന്നു മറ്റാർക്കേലും ആശ്രയിക്കാനുണ്ടെങ്കിൽ എനിക്കുണ്ട്. ഇത് പരീശന്മാർ പറയുന്ന കാര്യം. വായിച്ചു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പുകഴുവാൻ കർത്താവ് ഒരിക്കല് ഇങ്ങനെ പറഞ്ഞു, ഈ സ്വന്തം കാര്യങ്ങളിൽ പുകഴുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ലൂക്കോസിന്റെ സുവിശേഷത്തില്. ആരാ? പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോ പരീശൻ തന്നോട് തന്നെ എന്നാ പ്രാർത്ഥിച്ചേ? നമ്മളെ വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലായിരുന്നു അവർ പുകഴ്ന്നുകൊണ്ടിരുന്നത്. ഞാൻ എന്തെല്ലാം ചെയ്യുന്നു. എടുത്തൊന്ന് വായിച്ചു. നമുക്ക് എപ്പോഴും നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 8
അതിൻ്റെ 18-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലൊന്ന് വായിച്ചേ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അതിനൊരു ഉപമ പറഞ്ഞു തന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റൊരു ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, തന്നോട് തന്നെ. അവൻ ആരോടാ പറഞ്ഞേ? തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ. എന്നിട്ട് ഈ കർത്താവിൽ നിദ്ര പ്രാപിച്ച B.A. തോമസ് എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവകൃത്യം പറയും, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പരീശൻ ഇത് പറഞ്ഞേച്ച് അടുത്ത് നിന്ന ചുങ്കക്കാരന്റെ നെഞ്ചിനിട്ട് ഒരു കുത്തും കുത്തി, ഈ ചുങ്കക്കാരനെ പോലെയും അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നോക്കി അവന്റെ പുകഴ്ച, നോക്കിയേ. ഇതിലായിരുന്നു അവർ പുകഴുന്നത്. എന്നാല് കർത്താവ് എനിക്ക് തോന്നുന്നു ഈ പരീശനെ ഈ നെഗറ്റീവ് ലൈറ്റിലാണല്ലോ കാണിച്ചേ. അതുകൊണ്ട് ഇന്ന് പലരും പുകഴുന്നത് ഒരു പടി കൂടെ കിടന്ന, കർത്താവെ ഞാൻ ആ പരീശനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് കർത്താവെ ഞാൻ ഞാൻ ആരല്ല, ഞാൻ ആ പരീശനെ പോലെ അല്ലായികയാൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. ഇതാ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം. എന്നാൽ മനസ്സിലാക്കണേ, ഈ പുകഴ്ച എല്ലാം ദൈവ സന്നിധാനത്തിൽ ഇതൊന്നും നിൽക്കില്ല. മനസ്സിലാക്കണം. അതിന് ഞാൻ കാരണമുണ്ട്. എൻ്റെ ആ ചിന്ത എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ദൈവവചനം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴേ. എനിക്കതൊരു പുതിയ പ്രകാശനമായിട്ട് തോന്നി. എന്നോട് തന്നെ ദൈവാത്മാവ് സംസാരിച്ച വിഷയം അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാനല്ലാതെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വേദപുസ്തകം വായിക്കാറില്ല. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. ആകട്ടെ, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് പൗലോസ് ഇവരോട് പറയുക, എന്നാൽ ഞാൻ പുകഴുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നുമല്ല, ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഒന്ന് ആഴമായിട്ടൊന്ന് ചിന്തിച്ച്, നമ്മളാണ് പ്രശംസിക്കുന്ന എന്തിലായിരിക്കും? നമ്മൾ എന്തിലായിരിക്കും പ്രശംസിക്കുന്നത്? നമ്മൾ പ്രശംസിക്കാൻ ലോകപ്രകാരം കൊള്ളാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും നമുക്കൊരു ബലഹീനതയുണ്ട്, ആ ബലഹീനം ഇതിലാ ഞാൻ പ്രശംസിക്കുന്നതെന്ന് പറയാറുണ്ട്? ഒന്ന് ചിന്തിച്ച് ഇല്ല. എന്നാ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഇനി ബലഹീനതയിൽ പ്രശംസിക്കും ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ വരുന്നു, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നു. എന്നാൽ അതിന് മുൻപായിട്ട് ഈ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്ന ഒരു കാര്യം, അതിന് ഒരു ആ ഭാഗം മനസ്സിലാക്കാൻ ഒരു ചെറിയ ചരിത്രപരമാകുന്ന വിഷയം ഞാൻ പറയാം. താഴോട്ട് പറയുന്ന ഒരു കാര്യം അവിടെ ഉടനെ പൗലോസ് പറയുക. അതിന് 32-33 വാക്യങ്ങളൊന്ന് വായിച്ചേ. ദമസ്കോസിലെ ആരേതോ രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. എന്നാൽ അവർ എന്നെ മതിലുള്ള ഒരു പിടിവാതിൽ വഴിയാണ്. ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അതായത് പൗലോസിന്റെ മാനസാന്തരം ദമസ്കോസിൽ വെച്ചായിരുന്നല്ലോ. അതിന്റെ ശേഷം സംഭവിച്ച ഒരു കാര്യം പൗലോസ് എടുത്ത് എഴുതിയേക്കാം. പൗലോസ് പറയുക, പൗലോസ് മാനസാന്തരപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവിടെയുള്ള രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ പിടിപ്പാനായിട്ട്. ഉടനെ ഈ വിഷയം എന്തിനാ പൗലോസ് പറയുന്നത്? ആ കാര്യം ഒരു ചെറിയ, നിങ്ങൾക്ക് ദൈവവചനം മനസ്സിലാകാൻ ഒരു ചെറിയ ചിന്ത ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഈ റോമക്കാര് ഏതെങ്കിലും രാജ്യത്ത് എന്നാൽ, ഇപ്പൊ ഒരു രാജ്യം പിടിച്ചടക്കാനായിട്ട് പോകുക, ഒരു കോട്ട പിടിച്ചടക്കുന്നെന്നിരിക്കട്ടെ. അപ്പൊ ആ ഒരു കമാൻഡർ കാണും. ആദ്യം ഈ കോട്ട സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോട്ട മതിലിന്റെ മുകളിൽ കയറുന്ന പടയാളിക്ക് പ്രത്യേക പാരിതോഷികങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പിടിച്ചു എന്നതിന് തെളിവായിട്ട് ആദ്യം ഈ കോട്ടമതിലിന്റെ മുകളിൽ കയറി റോമ സാമ്രാജ്യത്തിന്റെ കൊടി നാട്ടുന്നവനാണ് മിടുമിടുക്കൻ. അപ്പൊ ഈ ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. ആരുടെ മനസ്സില്?
കൊരിന്തിലുള്ളവരെ, ഇവർക്കറിയാം സംഭവം. അപ്പൊ അവരോട് പറയുക, ഒരു രാജ്യം പിടിച്ചെടുക്കാൻ ഒരുത്തം പോകുമ്പോ കോട്ടമതിലിന്റെ മോളിൽ കയറി കൊടി നാട്ടുന്നവൻ മിടുക്കനാ. അവൻ അതിനകത്ത് ഒത്തിരി പുകഴാനുണ്ട്. തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയെ വീട്ടുകാരെ എല്ലാം വിളിച്ച്, നമുക്കറിയാമല്ലോ ഈ ഹാമാൻ ചെയ്തതുപോലെ ഭാര്യയും സ്വന്തക്കാരെയും ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട്, അയ്യോ രാജാവ് ചെയ്ത കാര്യം, എനിക്ക് വേണ്ടി ചെയ്ത കാര്യം എന്ന് പറയില്ലേ, അതുപോലെ ഇവൻ പറയും, വീമ്പിളക്കും. അപ്പൊ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ആ കോട്ടയുടെ മോളിൽ കയറി കൊടി നാട്ടാണെങ്കിൽ. എന്നാ പൗലോസിനോട് പറയുക, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കോട്ടയുടെ മതിലിന്റെ മണ്ടയ്ക്കായിരുന്നത്, പക്ഷെ എന്നെ കൊട്ടയ്ക്കകത്ത് വെച്ച് ഇറക്കി വിട്ടു. ആ കോൺട്രാസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഇവരുടെ ചിന്തയിൽ കോട്ടയുടെ മോളിൽ കയറി കൊടി നാട്ടുന്നവൻ മിടുക്കനാകുമ്പോൾ പൗലോസ് പറയുക, ഞാൻ കോട്ടയുടെ മുകളിൽ ആദ്യം ഇരുന്നത്, പക്ഷെങ്കിൽ എന്നെ താഴോട്ടിറക്കി വിടുക. മനസ്സിലായി? അതാണ് താൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ ചിന്ത മനസ്സിലായോ? അതാണ് താൻ പറയുന്നത്. ഞാൻ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ലോകപ്രകാരമുള്ള സ്റ്റാൻഡേർഡിൽ അല്ലൊന്നും പ്രശംസിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇന്ന് എല്ലാവരും എന്നാ ചെയ്യുന്നതെന്നറിയാം? ഞാനതാ പറയുന്നത്. നമുക്ക് ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യണം. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇന്ന് പലരും പറയുന്നത് എന്നറിയാമോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയല്ലെന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നിശ്ചയമായിട്ടും ദരിദ്രനെ ലിറ്ററലി തന്നെ അക്ഷരീകമായിട്ട് തന്നെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. എല്ലാ നാളും അവൻ അങ്ങനെ കിടക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. നിശ്ചയമായിട്ടും ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ആ നിലയിലും ദൈവം തന്നെ ഞാൻ ഉദ്ധാരണം കൊടുക്കും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ടൊരു യോജിക്കാനൊക്കാത്ത ഒരു കാര്യം അതിനകത്തുണ്ട്. അതായത് പലരും പറയുന്നത് എന്നറിയാമോ? പണ്ട് ഞാൻ അങ്ങ് ഭയങ്കര അങ്ങ് ദാരിദ്ര്യത്തിൽ കിടന്നു, ഇപ്പം ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഉയർന്നു. നോക്കി, എൻ്റെ വീട് നോക്കി, ഇത് നോക്കി, അത് നോക്കി. ഞാൻ പറയുന്നത് അത് തെറ്റാണെന്നോ അത് അനുഭവിക്കേണ്ടെന്നോ ഇതൊന്നുമല്ല. ദൈവം അത് തരികയില്ലെന്നോ അല്ല പറഞ്ഞത്. സ്തോത്രത്തോടെ അനുഭവിച്ചു. ഇതിനൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, പലപ്പോഴും ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മൾ ദൈവസഭയിൽ ആത്മീക വിഷയങ്ങളെ അളക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പൗലോസ് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ മോളിലിരിക്കുകയായിരുന്നു, പക്ഷെ താഴോട്ടിറക്കി വിട്ടു. അതുകൊണ്ടല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ എന്ത് ചെയ്തു? എനിക്ക് അന്ന് ഞാൻ പുകഴ്ന്നോണ്ടിരുന്ന ഇതില്ല, പക്ഷെ എനിക്ക് ഇനി അതിലൊന്നും എന്ത് ചെയ്യാനില്ല, പുകഴാനില്ല. കാരണം അതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനങ്ങ് പറയാം. പ്രിയമുള്ളവരെ, നമുക്ക് ഞങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം, ഒരു കർത്താവിൽ നിങ്ങളെന്നെ ദയവായി ഇത്രയും നാൾ സഹിച്ചല്ലോ, ഇനി കുറച്ച് ദിവസം കൂടെ അങ്ങ് സഹിക്കാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക. എൻ്റെ ചിന്തയിൽ ഞാൻ ലോകപ്രകാരം ഒരു പക്ഷേ ഞാനൊരു ജോലിക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഭൗതികമായിട്ട് നേടാൻ കഴിയുമായിരുന്നു, അതിനേക്കാളും കൂടുതൽ ഞാൻ സുവിശേഷ വേലയിൽ ഉണ്ടാക്കുന്നെങ്കിൽ അതത്ര നല്ലതല്ലെന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് അവരോട് വഴക്കുമില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങ് പറയുക. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് വേണ്ടെന്നല്ല, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പ്രിയമുള്ളവരെ, പലപ്പോഴും ലോകത്തിൻ്റെ മഹത്വമല്ല ദൈവസന്നിധാനത്തിൽ മഹത്വവും പുകഴ്ചയുമായിരിക്കണം. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. മറ്റു കാര്യങ്ങൾ വേണ്ടാന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ദൈവം നമ്മളെ സഹായിപ്പാൻ വിശ്വസ്തനാണല്ലോ. ആകട്ടെ, നമ്മൾ ഈ ഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് 23 മുതലുള്ള വാക്യങ്ങൾ, ഈ കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 23 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് കൊടുത്തേക്കുന്ന ലിസ്റ്റ്, ഇവിടെ കൊടുത്തേക്കുന്ന ലിസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞ
ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല. എന്തെല്ലാം പറഞ്ഞേക്കുന്നതെന്നറിയാമോ? ആ തൻ്റെ ജീവിതത്തിൽ നേരിട്ടതാകുന്ന താൻ അടി കൊണ്ടതും. ഇനി നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് അവൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടിച്ചെന്നു. അതിന് അവിടെ എന്നാ പുകഴാനുള്ളത്? വസ്ത്രം പറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നീട് തെസ്സലോനിക്കയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ എഴുതുന്നത്, ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 1 മുതൽ 1 വായിച്ചേ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യക്തമായി ഇല്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും. ശ്രദ്ധിച്ചേ, കഷ്ടം മാത്രമല്ല, പിന്നെന്തോ അപമാനം, വലിയ പോരാട്ടത്തോടെ. അപ്പൊ ഞങ്ങള് അപമാനം അനുഭവിച്ചു. അപമാനം, ഇൻസൾട്ട്സ്. ഈ ഇൻസൾട്ട് അനുഭവിക്കുമ്പോൾ അതിൽ പ്രശംസിക്കാൻ കഴിയുന്ന ഒരു ആത്മീക നിലവാരം, ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത് ഞാൻ ഈ വെറുതെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വേറെ ദിവസം കൊണ്ട് അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. മലയാളം വേദോത്സവത്തിൽ അത് അതിന്റെ വ്യക്തമാകുന്ന ആശയം തരുന്നില്ല. അതുകൊണ്ട് മലയാളം വായിച്ചിട്ട് ഇംഗ്ലീഷ് ഒന്ന് വായിക്കണം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, മതി മോളെ ഒന്ന് വായിച്ചേ. That is why for Christ's sake I delight in weaknesses. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഡിലൈറ്റ്, വെറുതെ അയ്യോ ഇതിനകത്തങ്ങ് വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് പല്ല് കട്ടിച്ചെങ്ങനേലും അങ്ങ് സഹിച്ചെന്നല്ല പൗലോസ് പറയുന്നത്. പിന്നെ എന്തുവാ ഡിലൈറ്റ്? അതെന്നാ വ്യത്യാസം? മലയാളത്തിൽ ഇഷ്ടപ്പെടുന്നേ ഉള്ളൂ, ഇംഗ്ലീഷ് വ്യക്തമാകുന്ന ആശയം. ഐ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ കടിച്ച് പിടിച്ച് എങ്ങനേലും അങ്ങ് സഹിച്ചു പോകുന്നതെന്നല്ല പൗലോസ് പറഞ്ഞത്. ഐ ഡിലൈറ്റ്. ഞാൻ ഈ വാക്യമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ദൈവസന്നിധാനത്തിൽ ഭയങ്കര കുറ്റബോധം തോന്നി. കാരണം ഇൻസൾട്ട്സ് ഒക്കെ ഒരുപക്ഷെ ഞാൻ സഹിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഡിലൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എന്നോടൊന്ന് ചോദിച്ചു. അയ്യോ ഇല്ല, ഞാൻ 100-ൽ 100 തോൽവിയാ അവിടെ. സഹിക്കുമായിരിക്കും, പക്ഷെ ഡിലൈറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ മോളെ ആ വാക്യം ഒന്ന് വായിച്ചേ. That is why for Christ's sake I delight in weaknesses. I delight in weaknesses. പിന്നെ in insults. ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കയ്യേറ്റം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? കയ്യേറ്റം എന്നാമല്ലേ? പക്ഷെ കയ്യേറ്റം എന്നുള്ളതല്ല, ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അപമാനിക്കുക. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോൺഗ്രിഗേഷനില് ഒരു വ്യക്തിയെ എല്ലാവരും ഒത്തിരി പേര് കേൾക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ശരിക്കും അവന് ലജ്ജിക്കത്തക്കവണ്ണം ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇൻസൾട്ട് ചെയ്യുക. ആശയം വ്യക്തമാണല്ലോ. പൗലോസ് പറയുകയാണ് I delight in insults. എൻ്റെ പ്രിയരെ, ഈ പറയുന്ന എനിക്കറിയാം, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പലർക്കും മനസ്സിലാകുന്ന പോലും ഒരു പക്ഷേ ഇല്ല, എനിക്കറിയത്തില്ല. ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പൗലോസ് പറയുകയാണ് ഐ ഡിലൈറ്റ് ഇൻ ദാറ്റ്. ഒരു പക്ഷേ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ ആയിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. പൗലോസ് പറയാം, ഞാൻ ഇതിലൊക്കെയാണ് പ്രശംസിക്കുന്നത്. നമ്മൾ സഹിക്കുമോ? നമ്മൾ ഒന്ന് പറഞ്ഞ് പിന്നെ പലരും പറയുന്നത് ഞാൻ അങ്ങോട്ടാരെ കുത്താൻ പോകലും ഇങ്ങോട്ട് കുത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു കുത്തുമെന്നാ പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കണം, മനസ്സിലാക്കിയാണ് ഇങ്ങോട്ട് കുത്തിയാൽ ആ കുത്ത് ഞാൻ സഹിക്കുമെന്നല്ല, കുത്ത് കൊണ്ടിട്ട് നമുക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയും. എന്റെ പ്രിയരെ, എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്കത് മനസ്സിലാകുന്ന പോലില്ല. പക്ഷെ അതാ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്.
പുസ്തകത്തിൽ അതാ എഴുതിയേക്കുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും പുസ്തകത്തിൽ അതാ എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ഇതിലൊക്കെ പ്രശംസിച്ചു. നിങ്ങൾക്ക് മതിലിന്റെ മോളിൽ കയറി കൊടി നാട്ടുന്നതില്ല പ്രശംസിക്കാനുണ്ടെങ്കിൽ എനിക്കങ്ങനെയല്ല. എന്നെ കൊട്ടയ്ക്കകത്ത് വെച്ച് താഴോട്ട് ഇറക്കി വിട്ടു. പിന്നെ ഞാൻ ബുദ്ധിമുട്ട്, ഉപദ്രവം, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഞാൻ അടി കൊണ്ടത്, ഒന്ന് കുറെ യഹൂദന്മാരാല് 5 വട്ടം എന്ത് ചെയ്തു? 40 അടി 5 വട്ടം ഒന്ന് കുറെ ഞാൻ കൊണ്ടു. എത്ര അടിയായി? നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുക. എത്ര അടിയായി? 200. ഒന്ന് കുറേ. അപ്പൊ പിന്നെ 5 കുറച്ചാ മതി. 195 അല്ലേ പറഞ്ഞ. പക്ഷെ 195 അടി. അയ്യോ, അതൊന്നും കൊച്ചു കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. എന്നിട്ട് പറയാ ഇതിലൊക്കെ ഞാൻ അങ്ങ് പ്രശംസിക്കുക. ഇതിന് 2 കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒരു കാരണം, ഈ അടി കൊണ്ടപ്പോഴും ഈ അപമാനം സഹിച്ചപ്പോഴും നമുക്കറിയാലോ, ഒരു പഴയ പാട്ടുണ്ടല്ലോ. നമുക്കിനി പഴയ പാട്ടൊന്നും വേണ്ടല്ലോ, കാരണം അതൊക്കെ പഴയ പാട്ട്. ഓക്കെ, എന്നാൽ വേദപുസ്തക പ്രകാരമുള്ള പാട്ടെല്ലാം പഴയ പാട്ടുകളാണ്. പുതിയ പാട്ട് വേദപുസ്തക പ്രകാരം ഉള്ളത് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, ചിലതൊക്കെ ഉണ്ട്, വളരെ ചുരുക്കമാണേ ഉള്ളൂ. അവനീ തലത്തിൽ അപമാനമോർത്തിടണം. അവനീ തലത്തിൽ അവകാശമെന്നോർത്തിടണം. അവനായി കർഷകേൽക്കുകിൽ തേജസ്സിൽ ആനന്ദയുഗം വാണിടുന്ന. അവനായി കർഷകേൽക്കുകിൽ തേജസ്സിൽ ആനന്ദയുഗം വാണിടുന്ന. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി അപമാനം സഹിക്കുക. അതുകൊണ്ടല്ലേ ഈ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ പൗലോസിന്റെ അത്രയും അതീവ ജ്ഞാനമില്ലെങ്കിലും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം പൗലോസിന്റെ അത്രയും ജ്ഞാനമില്ലാത്ത അല്ലായിരുന്നോ പത്രോസ്? മീൻപിടുത്തക്കാരനല്ലായിരുന്നോ? പക്ഷെങ്കിൽ അവരെ വിളിച്ച് സൻഹെദ്രീൻ സംഘത്തിന്റെ മുൻപാകെ വിസ്തരിച്ച് അടിപ്പിച്ച് വിട്ടയച്ചപ്പോ അവരുടെ പ്രതികരണം എന്തായിരുന്നു? തിരുനാമം നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, അടുത്ത വാക്ക്, അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തെ വിട്ടുപോകുന്നു. അപ്പൊ ഇത് വലിയ തിയോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. തിയോളജി ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വലിയ ജ്ഞാനമുള്ള പൗലോസിന് മാത്രമല്ല ഈ കാര്യം വെളിപ്പെട്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു നിശ്ചയമായിട്ട്. എന്നാൽ മീൻപിടുത്തക്കാരായിരുന്ന അൺകൾച്ചേർഡ് ആയിട്ടുള്ള ഒരു വലിയ സിവിലൈസേഷൻ ഒന്നും ഇല്ലാതിരുന്ന ആ മുക്കുവന്മാർക്കും എന്തോ അറിയായിരുന്നു ഇത്. അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ ബുദ്ധിയോ ജ്ഞാനോ ഒന്നും വേണ്ട. കർത്താവിനോടുള്ള ബന്ധത്തിൽ, കൂട്ടായ്മ ബന്ധത്തിൽ നടക്കുന്ന എല്ലാവർക്കും ഇത് തിരിയുന്നില്ലെങ്കിൽ അതിന്റെ കുഴപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കില്ലെന്നുള്ളതാണ്. വലിയ ജ്ഞാനോ അറിവോ ഒന്നും ഇല്ലെങ്കിലും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ദൈവമുഖം അന്വേഷിക്കുന്ന സകല ഭക്തന്മാർക്കും ഇത് തിരിയണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആകട്ടെ, അപ്പൊ പൗലോസ് പറയുകയാണ്, ഈ അപമാനവും ഈ കഷ്ടത ഇതിലെ ഞാൻ പ്രശംസിക്കാം. അങ്ങനെ പ്രശംസിക്കാന് പ്രധാനമായിട്ട് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, പൗലോസിനോട് കർത്താവ് പറഞ്ഞതാകുന്ന ഒരു പ്രത്യേക വെളിപ്പാടിന്റെ നിവർത്തീകരണമാണ്. എന്താണ്? നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന് 15-16 വാക്യം വായിച്ചു.
അപ്പോസ്തല പ്രവൃത്തി 9:15-16. യെസ്, നീ പോക, ആ, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യമേ ഇത് നമുക്കറിയാം, സംഭവം അറിയാമല്ലോ. ഇത് ആരോട് കർത്താവ് പറയുന്ന കാര്യമാണ്? അല്ലല്ലേ, ഇത് പൗലോസിനോടല്ല പറയുന്നത്, ഇത് അനന്യാസിനോട് പറയുക. അനന്യാസ് ഒബ്ജെക്ഷൻ പറഞ്ഞു, കർത്താവ് ഞാനെങ്ങനെയാ പോകുന്നത്, അവന് പിന്നെ നിന്റെ സഭയെ മുടിക്കുന്ന ഒരു അവന്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറയാ, നോ നോ, നീ പോകാം, ഞാൻ അവനെ കാണിക്കാൻ പോക. എന്താ കാണിക്കാൻ പോന്നേ? അവനെന്തെല്ലാം കഷ്ടം അനുഭവിക്കാൻ നോക്കണം. അപ്പൊ ആദ്യം 3 ദിവസം കണ്ണു കാണാതെ നിർബന്ധിത ഉപവാസ പ്രാർത്ഥനയിലായിരുന്നപ്പോ കിട്ടിയ വെളിപ്പാട് എന്തായിരുന്നു? ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ഈ വെളിപ്പാട് കിട്ടാറുണ്ടോ? നമ്മുടെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഷ്ടമൊന്നും മാറ്റി കിട്ടാനുള്ള ഉപവാസ പ്രാർത്ഥനയാണ്. എന്നാൽ പൗലോസിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ എന്തോ വെളിപ്പാടാ കിട്ടിയത്? നോക്കാൻ, ഇതാ ഞാൻ പറയുന്നത്, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയും ഇന്നത്തെ ഉപവാസവും അന്ന് വേദപുസ്തകത്തിലുള്ളതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. ഞാൻ അവനെ കാണിക്കും, അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കും. അപ്പൊ ഇത് ആദ്യമേ തന്നെ കൊടുത്തു. കുഞ്ഞെ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇതത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. അപമാനവും കഷ്ടവും ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതാദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് ലുസ്ത്രയിൽ ചെന്ന് ആദ്യം എല്ലാവരും കൂടെ പൂജിച്ചു. ഭയങ്കര, അയ്യോ ദേവനാ, ദേവൻ ദേവൻ, ദേവന്മാര് ഇറങ്ങി വന്നേക്കുക. കുറച്ച് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം. ആദ്യം പറഞ്ഞു ദേവന്മാരിറങ്ങി വന്നിരിക്കുന്നു, പൂജിക്കാൻ തുടങ്ങി, കാളയും എല്ലാം കൊണ്ടുവന്നു, യാഗം കഴിക്കാൻ തുടങ്ങുന്നു. ഭയങ്കര കൊലവൻ, പ്രയാസത്തോടെ അവരെ തടുത്തു. അയ്യോ, ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യര, ദൈവം നിങ്ങളോട് കരുണ ചെയ്തത് കൊണ്ടായി ഈ അത്ഭുതം നടന്നത്, അല്ലാതെ ഞങ്ങളുടെ പ്രത്യേക ഗുണം കൊണ്ടൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് വായിച്ചാൽ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാരെല്ലാം കൂടി ഈ ജനത്തെ ഇളക്കിയിട്ട് കല്ലെറിഞ്ഞ് മരിച്ചവനെ പോലെ അവിടെ കിടന്നു. പല വേദ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു, ഒരുപക്ഷെ ഈ സന്ദർഭത്തിലായിരിക്കാം പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. അത് നമുക്കറിയത്തില്ല. എനിവേ ആയിരിക്കാമല്ലായിരിക്കും, കാരണം അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചതുപോലെ കിടന്നെന്ന്. ശിഷ്യന്മാര് ചുറ്റി നിൽക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ എഴുന്നേറ്റേച്ച് എങ്ങോട്ട് ചെന്നു? പട്ടണത്തിലേക്ക് ചെന്നു. പിറ്റന്നാൾ ദർബയ്ക്ക് പോയി. അന്ന് അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് എന്തായിരുന്നു? സഹോദരന്മാരെ, നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ഞാനത് പറഞ്ഞു വരുന്നൊരു താല്പര്യം, ഇതൊക്കെ ആദ്യം എന്നെ അവര് അയ്യോ എന്നെ നല്ലവരെന്ന് പറഞ്ഞു, ഞങ്ങളെ പൂജിച്ചവരെല്ലാം കൂടെ കണ്ടു, എങ്കിലും അവരിത് ചെയ്തല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലായിരുന്നു. കാരണം എന്താണെന്നറിയാ? ആദ്യമേ കാണിച്ചു കൊടുത്തു, നിന്റെ നാമത്തിന് വേണ്ടി എത്ര കഷ്ടം അനുഭവിക്കാം. അത് കഴിഞ്ഞ് ഗലാത്യ സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം പൗലോസിനെ കണ്ടപ്പോൾ എന്തായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നറിയോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്. ദൈവദൂതനെ പോലാണ് അവരെ സ്വീകരിച്ചത്. ദൈവദൂതനെ പോലെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഉള്ള ആദ്യത്തെ റെഫറൻസ് വേദപുസ്തകത്തിലാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് കഴിയുമെങ്കിൽ കണ്ണ് ചൂന്നെടുത്ത് വരാൻ തക്കവണ്ണം ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കണ്ണൊക്കെ തരുമെന്നൊക്കെ പൗലോസിനും അറിയായിരുന്നു, അവർക്ക് സ്നേഹമൊക്കെ. പക്ഷെ സ്നേഹം ഉണ്ടെന്ന് കണ്ട് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ സത്യം പറയുന്നത്, അല്ലേ? സ്നേഹിക്കുന്നില്ല പിന്നെ സത്യം പറയേണ്ട കാര്യമില്ല. കാരണം പിന്നെ സോപ്പിട്ടങ്ങ് പോയാൽ മതി.
പക്ഷേ ശരിക്കും പൗലോസിനെ അവരെ സ്നേഹിച്ചപ്പോൾ താനും എന്ത് ചെയ്തു? അവരെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് അവരുടെ നന്മയാ എപ്പോഴും ആഗ്രഹിച്ചു. അതുകൊണ്ട് നന്മ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇഷ്ടമില്ലാത്ത സത്യമൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇഷ്ടമില്ലാത്ത സത്യം പറയാൻ തുടങ്ങിയപ്പോൾ അവര് ശത്രുക്കളായി. 4-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതെല്ലാം പൗലോസിന് അറിയായിരുന്നു. കാരണം ഇതെല്ലാം അറിയായിരുന്നു. പക്ഷേ പൗലോസിന് നന്നായിട്ട് അറിയായിരുന്നു, പ്രിയമുള്ളവരെ, ഈ ഏറ്റവും കൂടുതൽ പൊക്കി പറയുന്നവർ പിന്നെ താഴ്ത്തി പറയണമെന്നൊന്നും അറിയായിരുന്നു. അതുകൊണ്ട് ഇതിലൊന്നും തനിക്ക് ഒരു സർപ്രൈസേ അല്ലായിരുന്നു. കാരണം മനുഷ്യൻ എന്താണ് അങ്ങനെ? പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഈ മനുഷ്യർ ഈ ഒത്തിരി അങ്ങ് ഈ ഉയർത്തിയും നമ്മുടെ മുഖസ്തുതി അങ്ങ് ഒത്തിരി, മുഖസ്തുതി ഭയങ്കര ഭയങ്കര നല്ല ഒരു ആയുധമാണ് കേട്ടോ. മുഖസ്തുതി പറഞ്ഞ് കാര്യം നേടാവുന്നത് പോലെ വേറെ ഒന്നും കൊണ്ടും നേടാൻ പറ്റത്തില്ല. അയ്യോ അച്ചായനെ പോലെ എന്തോ അച്ചായ, അയ്യോ എന്തെല്ലാം കാര്യം നേടാമെന്ന് പറയാം മുഖസ്തുതി പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അടുക്ക വന്നപ്പം തെസ്സലോനിക്കരോട് പറയാ, മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഞങ്ങൾ എന്ത് ചെയ്തില്ല, പ്രയോഗിച്ചിട്ടില്ല. ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. ശമൂവേൽ പ്രവാചകൻ എന്നാ പറയുന്നത്? കർത്താവേ, ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മുന്നിൽ സാക്ഷീകരിക്കുക, ഞാനൊരു കഴുതയോ കാളയോ ഒന്നും എന്ത് ചെയ്തില്ല, നിങ്ങളോട് മേടിച്ചിട്ടില്ല. മോശ എന്നാ പറഞ്ഞത്? കർത്താവെ നീ അറിയുന്നല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണേ, ഈ മുഖസ്തുതി മുഖസ്തുതി കൊണ്ട് കാര്യം നേടാം. മുഖസ്തുതി കേൾക്കുന്ന നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം, പുകഴ്ത്തി പറയുന്നത് കേട്ട് സന്തോഷിക്കരുതേ, ഭയങ്കര അബദ്ധമാകട്ടോ. പുകഴ്ത്തി പറയുന്നത് കേട്ട് ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സന്തോഷം തോന്നരുത്. നേരെ മറിച്ച് ദൈവസന്നിധാനത്തിൽ നമുക്കൊരു ഭയവും നടുക്കവുമാണ് ഉണ്ടാകുന്നത്. ഇത് ഞാനിത് ഇന്ന് പ്രസംഗിക്കുന്നെങ്കിലും ലോങ് ബാക്ക്, ഒത്തിരി വർഷം മുൻപ് എന്നെ ദൈവം പഠിപ്പിച്ച സത്യമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഇന്നാണ്, പക്ഷെ ഇത് ദൈവം എന്നെ അനുഭവത്തിൽ കൂടെ ഒത്തിരി വർഷം മുൻപ് എന്നെ ടീച്ച് ചെയ്ത വിഷയം. അതാ ഞാൻ പറയുന്നത്. അപ്പോഴേ നമ്മള് ഈ മുഖസ്തുതി, ഈ പ്രശംസയൊക്കെ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഈ പ്രശംസയെ കുറിച്ച് കർത്താവ് പറയുന്നില്ല. കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാക്യം വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 22, 23, 26 വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച്. മനസ്സിലാക്കണം, മനുഷ്യപുത്രൻ നിമിത്തമായിരിക്കണം. അപ്പൊ നമ്മള് ദൈവവചന നിമിത്തം, ദൈവവചനത്തിന്റെ സത്യം നിമിത്തം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബോധ്യം നിമിത്തം നമ്മുടെ ജീവിതം വേറൊരുത്തനെ ഡിസ്പ്ലീസ് ചെയ്താൽ അതിനകത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവസന്നിധാനത്തിൽ പൂർണ്ണമാകുന്ന പ്രാഗൽഭ്യം ഉണ്ടാവണം. കാരണം അതല്ലേ യെരമ്യാവ് ഒരിക്കൽ പറയുന്നത്, യഹോവേ നീ എന്നെ അറിയുന്നു. മനുഷ്യന് 1% നമ്മളെ അറിയുന്നുള്ളൂ, പുറത്ത് കാണുന്ന 1%. ദൈവം നമ്മളെ 99% അകത്തേതും പുറത്ത് കാണുന്ന ആ 1%, 100% ദൈവം നമ്മെ അറിയും. അപ്പൊ ദൈവസന്നിധാനത്തിൽ നമുക്ക് തികഞ്ഞ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. ആ തികഞ്ഞ പ്രാഗൽഭ്യത്തിൽ പരമാർത്ഥതയോടെ നമ്മൾ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആര് നമ്മെ കുറിച്ച് എന്തു പറഞ്ഞാലും, ആര് നമ്മുടെ ശത്രുക്കളായാലും നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് എന്നാ പറഞ്ഞേക്കുന്നത്? എന്റെ നിമിത്തം, കർത്താവിന്റെ നിമിത്തമായിരിക്കണം കേട്ടോ. ചുമ്മാതെ നമ്മുടെ കയ്യിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരം വരുത്തണം. എന്നാൽ ദൈവനാമ നിമിത്തം അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറയുന്നത് എന്നറിയാമോ? നിങ്ങളെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യും. വായിച്ചു മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കെന്ന് തള്ളുമോ
തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. ഇനി അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തു. ഇത് നിങ്ങൾക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് പണ്ടേ തുടങ്ങിയ കാര്യം. പ്രവാചകന്മാരോട് അങ്ങനെ ചെയ്യും. എന്നാൽ അതിന്റെ ഓൺ ദി അതർ ഹാൻഡ് നേരെ മറിച്ച് 26 വാക്യം, സകല മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയും. ശ്രദ്ധിച്ച്, സകല മനുഷ്യര് നിങ്ങളെ എല്ലാരും പുകഴ്ത്തുമ്പോ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാരണം എന്നാ? അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ അയ്യോ. ദൈവമക്കളെ മനസ്സിലാക്കണേ, ഇത് പുസ്തകത്തിലെ കാര്യം, യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുതേ. എന്നാൽ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, നമുക്ക് ദൈവസന്നിധാനത്തിൽ പരമാർത്ഥമാകുന്ന ദൈവത്തോടുള്ളതാകുന്ന ആ നിർമ്മലതയും ആ സിൻസിയറിറ്റിയും കർത്താവിനോടുള്ള സ്നേഹവും ആഴമാകുന്ന സ്നേഹവും ദൈവ ഇഷ്ടം ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റും നമുക്കുണ്ടായിരിക്കണം. ഇതുണ്ടായേച്ചാൽ മതി. ബാക്കി ഒരു കാര്യവും വിഷയമല്ല. കാരണം നമ്മെ നന്നായി അറിയുന്ന, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, നാം ആരാണെന്നറിയുന്ന, നാം അമ്മയുടെ ഗർഭത്തിൽ മെനയപ്പെടുമ്പോൾ തന്നെ നമ്മെ അറിയുന്ന നമ്മുടെ പൊന്നു കർത്താവ് ഹല്ലേലൂയ നമ്മിൽ പ്രസാദിക്കുന്നതാകണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് പ്രശംസിക്കാനാണ് ഒത്തിരി ഉണ്ട്, പക്ഷെ എനിക്ക് അതൊക്കെ ഞാൻ പണ്ടേ വിട്ടു. അതൊക്കെ പ്രശംസിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് ഇതാ. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇതാണ് നീ നടക്കാൻ പോകുന്ന വഴി എന്നവനോട് ആദ്യമേ പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പൊ ഈ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോകാൻ നാട്ടിൽ പോകാം. അപ്പോൾ നമ്മളുടെ ഒരാൾ പറഞ്ഞു ഇവിടുന്ന് പോയി ഞങ്ങളുടെ വീട്ടിൽ പോയി എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ ഒന്ന് കണ്ടേച്ചൊക്കെ വരണേ. അപ്പം നമ്മൾ പോകുന്നു. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു തരുന്നു, ഇന്ന പോലെ നല്ല വഴിയാണ്, ഇന്നത് വരെ നല്ല വഴിയാണ്. കുറച്ച് ചെല്ലുമ്പോൾ വളവാണ്, കയറ്റമാണ്, പിന്നെ കല്ലും കുന്നും ഒക്കെ ഉണ്ട്, നടന്നൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ, ജീപ്പ് മാത്രമേ കയറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടുന്നെന്നിരിക്കട്ടെ. നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടിക്കുക. നമ്മൾ നാട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഈ വഴിയെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല വഴിയെ കണ്ട്, നല്ല MC റോഡ് കണ്ട് അടിച്ചു വിട്ടങ്ങ് പോകാം. നല്ല വിസ്താരമാകുന്ന വഴി അടിച്ചു വിട്ടു പോകാം. നല്ല വഴിയല്ലേ പോയേക്കാന്ന് ചോദിക്കുക. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായാലും ഇതല്ലല്ലോ, ഇത്രയും ദൂരം വരണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ് ആ കല്ലും മണ്ണും കയറ്റവും ഇറക്കവും ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ തിരിച്ചു വരുന്നു. ആ വഴി ചോദിച്ച് തിരിച്ച് ആ വഴി വരുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ, കല്ലുണ്ട്, ഇറക്കമുണ്ട്, കയറ്റമുണ്ട്, നടക്കാനും വണ്ടി തന്നെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസമാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വഴിയെ ശരിയാണ്. മനസ്സിലായോ? വഴി ശരിയാണെന്നറിയുമ്പോൾ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ലക്ഷ്യത്തെ അവിടെ ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചേച്ച് എനിക്ക് തിരിച്ചു വരാം. എന്നാൽ വഴി എത്ര വിശാലമാണെങ്കിലും ലക്ഷ്യത്തിൽ ചെന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്നാ പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? വീതിയുള്ള വഴിയാണെങ്കിലും ലക്ഷ്യത്തിൽ നമ്മൾ ചെല്ലുന്നില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് ഈ യാത്ര അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ പുകഴ്ചയും സന്തോഷവും ഇതെല്ലാം ആദ്യം കേട്ടപ്പോൾ പൊങ്ങിലൊന്നും പോയില്ല. നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞ് പ്രയാസത്തോടെ തടുത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞേച്ച് പിന്നെ കല്ലേറ് കൊണ്ടപ്പോഴും സന്തോഷത്തോടെ ഐ എം ട്രാവലിംഗ് ദ റൈറ്റ് പാത്ത്, ഞാൻ ശരിയായ വഴിയാ പോകുന്നത്. അപ്പോൾ ശരിയായ വഴിയെ പോകുന്നു എന്നറിഞ്ഞതിന്റെ സന്തോഷമാണ് ഇവിടെ പ്രശംസ. മനസ്സിലായോ? അപ്പൊ നമുക്ക് വല്ലതും പ്രശംസിക്കാനുണ്ടെങ്കിൽ ക്രൂശ് മാത്രമേ ഉള്ളൂ. ഞാൻ ക്രൂശിന്റെ പാതയിൽ പോകുന്നു, ഞാൻ കർത്താവിനെ പിൻപറ്റുന്നു എന്നതൊഴികെ നമുക്കൊന്നും പ്രശംസിക്കാൻ കാണില്ല. അതന്നെ ആ പ്രശംസയാ പൗലോസിന്റെ. അതിലാണ് താൻ പുകഴുന്നത്. അതാണ് താൻ പറയുന്നത്, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. ഇനിയും പൗലോസ് ഇവിടെ പറയുന്ന അതിന് മറ്റൊരു റീസണോടെ ഉണ്ട്. ഞാൻ ദൈവവചന ആ ഭാഗത്ത് തന്നെ നിൽക്കുക. അപ്പൊ ഒന്ന്, ബലഹീനയിൽ പ്രശംസിക്കുന്നത് ഈ കാരണങ്ങളാലാണ്.
രണ്ടാമത്തെ കാരണം ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് 12-ാമത്തെ വാക്യത്തിലെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കാര്യം വ്യക്തമാകും. 9 മുതലുള്ള 9ഉം 10ഉം വാക്യങ്ങളൊന്ന് ചേർത്ത് വായിക്കാം. അവനോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ ശക്തി എന്ത് ചെയ്യുന്നു? അപ്പോ ഈ ബലഹീനതയിൽ താൻ പ്രശംസിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ബലഹീനതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആ ബലഹീനതയിൽ ഞാൻ ദൈവമുഖം അന്വേഷിക്കുന്നു. എന്നോ സംഭവിക്കുന്നത്? അപ്പൊ ദൈവം പറയുന്നു, കുഞ്ഞെ നിനക്കറിയാമല്ലോ നീ ബലഹീനനാണെന്ന്. നീ ബലഹീനനാണെന്ന് നിനക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് നിനക്ക് ബലമില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യാൻ പോകാ? ബലം തരാൻ പോകാ, കൃപ തരാൻ പോകാ. അപ്പൊ എന്റെ പ്രിയരെ, നമുക്ക് ദൈവകൃപയാണ് ആവശ്യം. ദൈവത്തിന്റെ ശക്തീകരണമാണ് നമുക്ക് ആവശ്യം. നമുക്ക് വേറെ ഒന്നുമല്ല ആവശ്യമായിരിക്കുന്നത്, മറ്റൊന്നുമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എന്നിട്ട് താഴോട്ട് പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ഇൻസൾട്ട്സ്, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ സന്തോഷിക്കുന്നു എന്ന് ചേർത്ത് വായിച്ചു. ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മലയാളം വ്യവസ്ഥത്തിൽ. എന്നാൽ സന്തോഷിക്കുന്നു എന്ന് ചേർത്ത് വായിച്ചു, കുഴപ്പമില്ല, അതാ കറക്റ്റ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഈ ഇൻസൾട്ടും, ഈ ബലഹീനതയും, ഈ ബുദ്ധിമുട്ട്. അപ്പൊ ഇൻസൾട്ട് ഒന്നും കേട്ട് ആരും മനസ്സ് പതറിപ്പോകല്ല. ദൈവനാമം നിമിത്തമാണ് കേട്ടോ, നമ്മുടെ ചുമ്മാതെ കയ്യിലിരിപ്പ് നിമിത്തം ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ദൈവനാമം നിമിത്തം നമുക്ക് പറ്റിയ പാളിച്ചകൾ ഉണ്ടായാൽ നമ്മൾ നികത്തുക വേണ്ടത്. അത് ദൈവനാമം നിമിത്തമാണെന്ന് പറയരുത്. നമുക്കുണ്ടായ പാളിച്ചകൾ നമ്മൾ അത് മനസ്സിലാക്കും, അത് നികത്തി ക്രമീകരണം പ്രാപിച്ചു മുൻപോട്ട്. എന്നാൽ ദൈവനാമം നിമിത്തം, കർത്താവിന്റെ നാമം നിമിത്തം പൗലോസ് പറയുകയാണ്, ഞാൻ അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ഈ സ്തുതി ഇഷ്ടപ്പെടുന്ന ആ പ്രത്യേക സ്വഭാവം ആരിൽ നിന്നാ ഉണ്ടായെന്നറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? അറിയാമല്ലോ. അവനില്ലാതിരുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതായിരുന്നു, സ്തുതിയായിരുന്നു ഇല്ലാതിരുന്നത്. അവനെ ആരും സ്തുതിക്കുന്നില്ലായിരുന്നു, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ചിറക് വിടർത്തുമ്പോൾ എന്തുമായിരുന്നു? സംഗീതമായിരുന്നു. ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബേ എന്നാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ സമാഗമ പൗർവ്വതത്തിൽ വിരാജിച്ച് അങ്ങനെ വാഴുന്ന അഗ്നിമയ രഥങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്ന അനുഗ്രഹീതനാകുന്ന സൺ ഓഫ് മോർണിംഗ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ്, പക്ഷെ നെഗറ്റീവ് മീനിങ് അല്ല അതിനുള്ളത്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ അരുണോദയ പുത്രൻ എന്ന, പ്രഭാതത്തിന്റെ പ്രഭാതത്തിന്റെ പുത്രൻ. അത്ര പ്രഭാവാനായിരുന്നു. പക്ഷെ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? സ്തുതി. അവനെ ആരും നമസ്കരിക്കും. ഇവനാകെപ്പാടെ ഇല്ലാതിരുന്നത് ഈ കാര്യമായിരുന്നു. പക്ഷെ അവന് വേണ്ടത് തന്നെയായിരുന്നു, ഇതായിരുന്നു. അവിടെയാണ് അവന്റെ വീഴ്ച. സ്തുതി ആഗ്രഹിച്ചതാണ്, പദവി ആഗ്രഹിച്ചതാണ്, ഉയർച്ച ആഗ്രഹിച്ചതാണ് വീഴ്ചയുടെ. അതാണ് മനുഷ്യന്റെ വീഴ്ചയുടെ കാരണം. മനുഷ്യനോടും വന്നവൻ പറഞ്ഞെന്നറിയാം, ദൈവത്തെ പോലെ നിങ്ങൾ ആകുമെന്ന് ദൈവത്തിനറിയാം. ചുമ്മാതൊന്നുമല്ല ഇത് തരാതിരിക്കുന്നു, ദൈവത്തിനറിയാം നിങ്ങളും ദൈവത്തെ പോലെ. അപ്പൊ ചിന്തിച്ചു, സ്ത്രീ ഞാൻ ശരിയാണല്ലോ, ചുമ്മാ അല്ല, ഈ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം ശരിയാണല്ലോ. ഇത്രയും നാള് ഞാനും അത് ചിന്തിച്ചിട്ട് ഇവൻ പറഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. ശരിയാണല്ലോ, ഇന്നും പലരും അതാ പറയുന്നത്. ലൂസിഫർ ഒന്ന് പറഞ്ഞപ്പോഴാണ്
സംഗതി പിടി കിട്ടിയത് ശരിയാ, ശരിയാ. ആവട്ടെ, അയ്യോ നിനക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഇതുവരെ നീ ഇങ്ങനെ ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നെന്നുള്ളത്, അയ്യോ എന്നോ സ്നേഹമാണ് ഇവന് എന്നാ ചിന്തിച്ചത്. പക്ഷെ എന്നോ സംഭവിച്ചു, അത് ആഗ്രഹിച്ചു, സ്തുതി ആഗ്രഹിച്ചു, പുകഴ്ച ആഗ്രഹിച്ചു, സ്വയമായി ഉയരാൻ ആഗ്രഹിച്ചു. പക്ഷെ അവനെ പോലെ തന്നെ എന്ത് ചെയ്തു? നിലത്തു വീണു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളാം. പ്രിയമുള്ളവരെ, ഇവന്റെ ഈ സ്വഭാവം ഇവൻ നാം അറിയാതെ നമ്മിൽ കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ നല്ലത് കേൾക്കുമ്പോൾ സന്തോഷവും ഇച്ചിരി ഒരു നമ്മളെക്കുറിച്ച് നമ്മുടെ ഇജ്ജത്ത്, ഞങ്ങളവിടെ ഇജ്ജത്ത് എന്ന് പറയും, നമ്മുടെ എന്താ പറയുന്നത്, അഭിമാനത്തെ വെച്ച് വലിയ പ്രയാസം തോന്നുന്നത്. അപ്പൊ ഈ ചിന്തയല്ല ഇവനിൽ നിന്നാ വരുന്നതെന്നാ എൻ്റെ ചിന്ത. കാരണം ഇവനാണ് ഈ സ്തുതിപ്രിയൻ, ഉയർന്നു പോണം, എന്നെ എല്ലാവരും ബഹുമാനം എന്നാൽ. അപ്പൊ ഇവന്റെ ഈ ആത്മാവ് ഒത്തിരി കടന്ന് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട്. അടുത്ത് ഞാൻ കേട്ടു, കൺവെൻഷന് ഒരാളെ വിളിച്ചപ്പം പുള്ളിയുടെ ആ പോസ്റ്റർ കട്ടൗട്ട് വെച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞെന്നൊക്കെയാണ് കേട്ടത്. എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിന് താല്പര്യം, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവനിൽ നിന്നാണ് ബേസിക്കലി ഇതുണ്ടാകുന്നത്. ഞാൻ ഉയർന്നിരിക്കണം, എന്നെ എല്ലാവരും വലുതാണെന്ന് പറയണം. എന്നാൽ ഇത് നിമിത്തമാണ് മനുഷ്യന് പതനം ഉണ്ടായത്. മനുഷ്യനെ ആ പതനത്തിൽ നിന്ന് ഉയർത്താൻ ദൈവം എന്താ ചെയ്തത്? ഉയർന്നവനായിട്ട്, ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിട്ടല്ല ദൈവകുമാരൻ വന്നത്. തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി വന്നിട്ട്, എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും സകല നാമത്തിനു മീതെയുള്ള നാമം. എന്നാൽ ഈ അഹങ്കാരി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനോടും ഒരിക്കൽ ചെന്നിട്ട് പറഞ്ഞു, നീ വന്നത് ഏതായാലും ലോകത്തെ നേടാനല്ലേ, ക്രൂശിലൊന്നും പോവേണ്ട, ഞാനിതങ്ങ് തന്നേക്കാം. ഉടനെ കർത്താവ് എന്നെ പറഞ്ഞെന്നറിയാവോ? ബി ഗോൺ സൈറ്റൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ക്രിസ്തുവിൽ നിങ്ങളുടെ ദാസൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം, മനസ്സിൽ ചിന്ത വരുമ്പോൾ ഇത് തന്നെ നമ്മൾ പറയണം, ബി ഗോൺ സൈറ്റൻ. പിശാചേ, എന്നെ വിട്ട് പോ, എന്നെ വിട്ടു പോ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൽ പുകഴുവാൻ, അവന്റെ വചനത്തിൽ കർത്താവിനെ പുകഴുവാൻ, ക്രൂശിൽ പ്രശംസിക്കുവാൻ, നമ്മുടെ ബലഹീനതയിൽ സന്തോഷിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കാം. Glory to God. Thank you, Jesus. Glory to God. പരിശുദ്ധനായ ദൈവമേ, സ്നേഹിതാവേ,